ആദ്യമായി ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷനെ പ്രത്യേകം അഭിനന്ദിക്കുക, മേയറെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. വളരെ നല്ല നിലയിൽ ഇതിൻ്റെ ആതിഥേയ മര്യാദയോടുകൂടി ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിർവഹിച്ചിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്ത് എണ്ണയിട്ട യന്ത്രം പോലെ ഇതിൻ്റെ കാര്യങ്ങൾ ചലിപ്പിച്ചു. അതിൻ്റെ ഭാഗമായി വരുന്ന ലക്ഷക്കണക്കിന് വരുന്ന തീർത്ഥാടകരെ സംബന്ധിച്ചിട്ട് ഒരു പ്രയാസവും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടില്ല. പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള റോഡുകളൊക്കെ തന്നെ വളരെ നല്ല നിലയിൽ ഒരുങ്ങി. അതിന് മറ്റെല്ലാ തയ്യാറെടുപ്പുമായി എല്ലാ കാര്യങ്ങളും ഭംഗിയായി നിർവഹിക്കപ്പെട്ടു. അതോടൊപ്പം പൊങ്കാല കഴിഞ്ഞാൽ ഇതിൽ വലിയൊരു ഉത്തരവാദിത്വമുള്ളത് തിരുവനന്തപുരം കോർപ്പറേഷനാണ്. അതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. തിരുവനന്തപുരം കോർപ്പറേഷൻ അത് വളരെ ഭംഗിയായി, ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നോക്കിയപ്പോൾ എന്താണോ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ വളരെ നല്ല നിലയിൽ ആലോചിച്ച് പഴയൊരു സ്ഥിതിയിലേക്ക് എത്തുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷനെ പ്രത്യേകം ഇതിൽ അഭിനന്ദിക്കാൻ ഉദ്ദേശിക്കുന്നത്. പോലീസും അതിൽ വലിയൊരു പങ്ക് വഹിക്കുക. അപ്പോൾ പൊങ്കാലയ്ക്ക് ശേഷം ആ ഉത്തരവാദിത്വം കൂടുതൽ നിർവഹിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനും പോലീസുമാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ആലോചിച്ച കാര്യങ്ങളൊക്കെ തന്നെ വളരെ ഭംഗിയായി നിർവഹിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, നിരവധി പേർ രാജ്യത്തിൻ്റെ പുറത്തുള്ളവരും കേരളത്തിലെ പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും വരുന്നുണ്ട്. തീർത്ഥാടക ടൂറിസത്തിൻ്റെ അനന്ത സാധ്യതയാണ്. ഇതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ കുറേയായിട്ട് നല്ല നിലയിൽ ആൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർത്ഥാടക ടൂറിസത്തിൻ്റെ അനന്ത സാധ്യത കൂടിയാണ് ആറ്റുകാൽ മഹോത്സവം. ആ നിലയിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ ഒത്തുകൂടുന്ന ഈ ഒത്തുചേരലിനെ എല്ലാ നിലയിലും സ്വീകരിക്കുക എന്നുള്ളതാണ് ഞങ്ങളെല്ലാവരുടെയും ഉത്തരവാദിത്വം.